നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റമദാൻ നോമ്പ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. റമദാൻ നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മശുദ്ധീകരണമാണ്, ആത്മസംസ്കരണമാണ്, ആത്മനിയന്ത്രണമാണ്. അതിനൊക്കെ അപ്പുറം ആത്യന്തികമായി സ്വർഗപ്രവേശം ഉറപ്പാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല, റമദാൻ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലങ്ങൾ മൾട്ടി ഡയമെൻഷനിലാണ്, മൾട്ടി ഫെസറ്റഡാണ്, ബഹുമുഖമാണ്. ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ റമദാൻ നോമ്പിൻ്റെ ബ്രെയിൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗമാണ് വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 2000 ആണ്ടിൽ ബയോളജിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് എറിക് കാൻഡൽ. എറിക് കാൻഡലിൻ്റെ വിശദീകരണ പ്രകാരം നമുക്കൊരു പുതിയ പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാൽ, ഒരു പുതിയ അറിവ് കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ എറിക് കാൻഡൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ്. 2 വാക്കുകൾ കോയിൻ ചെയ്തിട്ടുള്ളതാണ് എറിക് കാൻഡൽ. അത്തരത്തിലുള്ള പുതിയ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ബ്രെയിനിൽ ന്യൂറോണുകളുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകുന്നു. അതിനെയാണ് ന്യൂറോ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നാം കേട്ട ഈ ശബ്ദം, എറിക് കാൻഡൽ എന്ന് പറയുന്ന ശബ്ദം ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറുന്നു, ഒരു ഗ്ലൂട്ടമേറ്റ് ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറുന്നു. നമ്മൾ സാധാരണഗതിയിൽ മൈക്രോഫോണിന് മുമ്പ് സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദവീചികൾ ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓഡിയോ സിഗ്നൽ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എറിക് കാൻഡൽ എന്ന് പറയുന്ന ആ ശബ്ദം വളരെ പെട്ടെന്ന് ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറുകയും ഈ ഇലക്ട്രിക് സിഗ്നൽ ഈ ന്യൂറോ ഫ്രെയിം വർക്കിനകത്ത് വന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓർമ്മയുടെ പ്രവർത്തനം നടക്കുന്നത് ന്യൂറോണുകളുടെ പ്രവർത്തനത്തിലൂടെയാണ്. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂറോണുകളാണ്. അങ്ങനത്തെ 86 ബില്യൺ ന്യൂറോണുകളുടെ ഒരു കലവറയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. റമദാനിൽ നോമ്പെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മാസം തുടർച്ചയായി പ്രഭാതം മുതൽ പ്രദോഷം വരെയും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ എന്താണ് നമ്മിൽ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ബ്രെയിനും എന്താവശ്യമാണ്? ന്യൂറോണുകൾക്കും ഇന്ധനം ആവശ്യമാണ്. പക്ഷേ നമ്മൾ ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഇന്ധനം ലഭ്യമല്ല. അങ്ങനെ വരുമ്പോൾ ന്യൂറോണുകൾ സ്വയം തിന്നാൻ തുടങ്ങും. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ന്യൂറോണുകൾ കേടുവന്ന എക്സ്പയർഡ് ആയിട്ടുള്ള ന്യൂറോണുകളെ തിന്നുകയും അങ്ങനെ ബ്രെയിനിൽ ഒരു ക്ലെൻസിങ് പ്രക്രിയ നടക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് ആരോഗ്യമുള്ള ന്യൂറോണുകൾ കൂടുതൽ എംപവേർഡ് ആവുന്നു, കൂടുതൽ റിജുവിനേറ്റഡ് ആവുന്നു. അപ്പോൾ ഇതുവഴി നമ്മുടെ ഓർമ്മയുടെ പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രവർത്തനത്തെ ഓട്ടോഫെജി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സെൽഫ് ഈറ്റിംഗ് എന്നാണ് എൻ്റെ അർത്ഥം. ഇതും തന്നെ മറ്റൊരു ശാസ്ത്രജ്ഞൻ യോഷിനോറി ഓഷിമോ എന്ന് പറയുന്ന ജാപ്പാനീസ് ശാസ്ത്രജ്ഞന് 2016 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണത്, ഈ ഓട്ടോഫെജി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ന്യൂറോണുകളെ തന്നെ തിന്നുന്നു എന്ന് പറയുന്ന ഈ സംഗതി. അപ്പോൾ ഇതൊക്കെ വലിയ തരത്തിലുള്ള ലോകം മുഴുവൻ അംഗീകരിച്ച വളരെയധികം സ്വീകാര്യം നേടിയിട്ടുള്ള എംപിരിക്കൽ എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഓട്ടോഫേജി എന്ന പ്രവർത്തനം നടക്കുന്നത് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബ്രെയിനിൽ BDNF എന്ന് പറയുന്ന ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ബ്രെയിൻ ഗ്രോ ഫെർട്ടിലൈസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറോണുകളെ എംപവർ ചെയ്യുന്നതിന്, നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മ, നമ്മുടെ പഠനശേഷി ഇതിനൊക്കെ എംപവർ ചെയ്യുന്നതിന് ഏറെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ BDNF എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നടക്കുകയോ അതല്ലെങ്കിൽ നാം വ്യായാമം ചെയ്യുകയോ ഓടുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ജോഗിങ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ BDNF ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വ്യായാമം പോലും BDNF ഉൽപ്പാദിപ്പിക്കുക വഴി നമ്മുടെ ബ്രെയിനിൻ്റെ ശാക്തീകരണത്തെ സഹായിക്കുന്നു. അതുപോലെ സഹായിക്കുന്ന ഒന്നാണ് ഈ റമദാൻ മാസത്തിലെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം അതൊരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ബ്രെയിൻ ശാക്തീകരണത്തിന് വളരെയേറെ സഹായിക്കുന്ന ഒരു ആരാധനാക്രമമാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത് നാം തിരിച്ചറിയുക. എന്നാൽ യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞതല്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അത് ആത്മശുദ്ധീകരണവും അത് ആത്മസംസ്കരണവും അത് പരലോകത്തേക്കുള്ള ഒരു ടിക്കറ്റ് തയ്യാറാക്കലുമാണ് എന്ന് മറക്കാതിരിക്കുക. എല്ലാവർക്കും ആശംസകളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.